അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ബാല്യത്തിലായപ്പോൾ ശ്രദ്ധ മുഴുവൻ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ആയിപ്പോയി. അപ്പോഴും ആരെ വിളിച്ചില്ല? ഭഗവാനെ വിളിച്ചില്ല. പിന്നെ യൗവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഹങ്കാരികളായിട്ടിരിക്കുന്ന സമയത്താണ്. അന്ന് നമുക്ക് ഈശ്വരനെ ഭജിക്കണമെന്നൊന്നും ഒരാഗ്രഹം വന്നില്ല. പിന്നെ വന്നത് എപ്പോഴാണ്? വന്നത് മുഴുവൻ വാർദ്ധക്യമായപ്പോൾ അല്ലെ? വാർദ്ധക്യശ്ചേ ഇന്ദ്രിയാണാം. ആ ഇന്ദ്രിയങ്ങളൊക്കെ ആകപ്പാടെ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ശോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈശ്വരനെ അറിയണം, അല്ലെ ഗുരുവിനെ അറിയണം, ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി വന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതുമെല്ലാം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. പലരും പറയും ആ കൃതികളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചൊല്ലി നോക്കാറുണ്ട്, ചൊല്ലുമ്പോഴൊക്കെ എല്ലാം അറിയാം, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മറന്നു പോവാണ്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശോഷിക്കാൻ തുടങ്ങുന്ന സമയത്താണല്ലോ നമ്മൾ ഇതിലേക്ക് ഒരു ആഗ്രഹത്തോടു കൂടി ഗുരുവിനെ അറിയാനല്ല ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാൻ വന്നത് എങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഉറക്കില്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഗർഭകാലം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം 6 വയസ്സിനുള്ളിലാണ്, ചിൽഡ്രൻ സൈക്കോളജി അനുസരിച്ച് പറയും, 6 വയസ്സിനുള്ളിലാണ് ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഈ 6 വയസ്സിനുള്ളിലാണ്. അപ്പം എന്തൊക്കെ കൊടുക്കാൻ സാധിക്കുമോ 6 വയസ്സിനുള്ളിൽ അതൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കും അല്ലേ? ആ കൂടെ എന്തും കൂടെ കൊടുക്കണം? ഓരോ സ്പൂൺ വീതം ദൈവദശകവും നാരായണമൂർത്തയും ഗുരുദേവ കൃതികളും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗുരുവിനെ അറിയുന്നവരായിട്ട്, ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരായിട്ടൊക്കെ വരാൻ ഇടയാകും. അപ്പം പ്രധാനമായിട്ടും നാരായണ ഗുരുദേവനെ അറിയാനുള്ള വേദികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കൃതികൾ അല്ലേ? ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണം. പിന്നെ പറഞ്ഞല്ലോ ഗുരു പ്രതിഷ്ഠ നടത്തിയ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇന്നും ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പല വേദികളിലും ചോദിക്കുമ്പം അല്ലേ എല്ലാവരും പറയും ശിവഗിരി പോയിട്ടുണ്ട്, അരുവിപ്പുറം പോയിട്ടുണ്ട്, ചെമ്പഴന്തി പോയിട്ടുണ്ട്, അല്ലെ മരുത്താമലയ്ക്ക് പോണ വഴിക്ക് തന്നെ കുന്നുംപാറ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ടുള്ളവർ വളരെ വിരളമായിരിക്കും. നാരായണ ഗുരുദേവൻ്റെ ആ ദേവതാ സങ്കല്പത്തിൽ ഗുരുവിൻ്റെ അടുക്കൽ ഇത്രയും ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ദേവത ആരാന്ന് ചോദിച്ചാൽ മുരുകൻ തന്നെയാണ്. അപ്പം മുരുകനുമായിട്ടുള്ള ആ കൃതികളൊക്കെ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോൾ അവിടെ ശാന്തവും ദാസ്യവും സഖ്യവും എങ്ങനെയുള്ള ഭക്തിഭാവങ്ങൾ, കാരണം ഭക്തി പല തരത്തിലുണ്ട്. ശാന്തഭാവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ആവശ്യത്തിനായിട്ട് ഭഗവാനെ നമ്മൾ വിളിക്കാറില്ല. ഇപ്പം നിങ്ങൾ ഗുരുദേവ ക്ഷേത്രത്തിൽ വരുന്നു അല്ലേ? എന്തിനാ വരുന്നത്? ഗുരുവിനെ കാണുക എന്നുള്ള ഉദ്ദേശം മാത്രമാണോ? അല്ല, നമ്മുടെ പല പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ ആരോട് പറയണം? ഭഗവാനോട് പറയണം. ഭഗവാൻ അത് യഥാസമയത്ത് നടത്തിത്തരണം അല്ലേ? ഇപ്പോൾ പറയാറുണ്ട്, ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ, ആ ശിവക്ഷേത്രത്തോടനുബന്ധിച്ചൊരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരത്തിൽ എന്നും 12 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഭക്തൻ, ഗോപാലൻ എന്ന് പറയുന്നൊരു ഭക്തൻ വരുമായിരുന്നു എന്നാ. ഇദ്ദേഹം എന്നും വന്ന്, അപ്പോൾ 12 മണി സമയം എന്ന് പറയുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടാവില്ല. ഇദ്ദേഹം ഗുരുവിനോട് വന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോകുക, എന്താ പറയുന്ന ആർക്കും അറിയില്ല. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദിച്ചു, അത്രേ ഗോപാലൻ എന്താ എന്നും വന്ന് ഗുരുവിനോട് ഇത്ര രഹസ്യമായിട്ട് പറയുന്നത്? എന്നിട്ട് പറയും, എനിക്ക് വേറൊന്നും പറയാനില്ല, നാരായണ ഗുരു ഗോപാലൻ വന്നിട്ടുണ്ട് കേട്ടോ, ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന് എന്തോ അസുഖമൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അഡ്മിറ്റായതിന് ശേഷം ഇദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം മറ്റുള്ളവർക്കൊക്കെ നല്ല സന്തോഷമായി എന്നാണ്. കാരണം ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം തോന്നും. ചിലർ കയറി വരുമ്പോൾ തന്നെ അയ്യോ എന്നുള്ളൊരു ഭാവം വരും അല്ലേ? അപ്പം നമ്മൾ തീരുമാനിക്കണം, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണോ അതോ ഇത് ബാധയാണോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇദ്ദേഹം ആ ആശുപത്രിയിൽ ചെന്നപ്പം മുതൽ എല്ലാവർക്കും നല്ല സന്തോഷമായി, സമാധാനമായി, എപ്പോഴും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം നേഴ്സ് വന്ന് ചോദിച്ചു, എന്താ ഗോപാലൻ എന്താ എത്ര സന്തോഷം, എപ്പോഴും കഥകളുമൊക്കെ പറഞ്ഞിരിക്കുന്നത്?
അന്നേരം പറഞ്ഞത് എന്നാന്നറിയാവോ, എന്നും 12 മണിയാകുമ്പോഴേ എന്നെ കാണാൻ ഒരു വിസിറ്റർ ഇവിടെ വരും കേട്ടോ. അവർ പറഞ്ഞിട്ട് ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആളിനെ. അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വരുന്നയാൾ എന്നോട് പറഞ്ഞു, ഗോപാല നാരായണ ഗുരു വന്നിട്ടുണ്ട് കേട്ടോ എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ ഏത് ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്, ഭഗവാനെ ഉപാസിക്കുന്നത്, അപ്പൊ ശാന്തഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഒന്നും ഒരാവശ്യത്തിനും വേണ്ടി ആയിരുന്നില്ല ആരവിടെ പൊക്കോണ്ടിരുന്നത്. ആ ഭഗവാനെ കാണുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പല പല ലക്ഷ്യത്തോടു കൂടി ഇപ്പൊ ഇവിടെ ഗണപതി ഹോമത്തിന് പേര് കൊടുക്കും അല്ലേ? നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ വന്ന ഗണപതി ഹോമത്തിന് പേര് കൊടുക്കുമല്ലോ. എന്തിനാ ഗണപതി ഹോമത്തിന് പേര് കൊടുത്തത്? ഗണപതിയോടുള്ള അമിതമായിട്ടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല. ഗണപതി അവിടെ അവലും മലരും തേങ്ങാപ്പൂളും ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടിലൊന്നും അല്ലല്ലോ നമ്മൾ ഗണപതി ഹോമത്തിന് പേരെടുത്തത്. എന്തിനു വേണ്ടിയായിരുന്നു? ഗുരു പറഞ്ഞില്ലേ, ഗുരു വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മളെ ഇത്ര നന്നായി മനസ്സിലാക്കിയത് നാരായണ ഗുരുവിനെ പോലെ വേറൊരു ഋഷി സത്തമനെ ഇല്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദം ശ്രിതശ്രീ മുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സ്തുതശ്രീ സനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ. അഭീഷ്ടസന്ത, എൻ്റെ അഭീഷ്ടങ്ങളൊക്കെ ആര് സാധിച്ചു തരണം? നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദം ശ്രുതശ്രീ മുകുന്ദം ബൃഹച്ചാരുശുണ്ഡം സ്തുതശ്രീ സനന്ദം ജഡാഹേന്ദ്രകുന്ദം ഭജേ. ഭജേഭീഷ്ടസന്ത, എൻ്റെ അഭീഷ്ടങ്ങളെയൊക്കെ ഭഗവാൻ സാധിച്ചു തരണേ എന്ന് പറയുന്നു. അപ്പൊ ഏതൊരു ഗണപതി ഹോമത്തിന് നമ്മൾ പോയി എഴുതുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലം കിട്ടും നമുക്ക് ഭഗവാൻ രചിച്ചു തന്ന ഈ വിനായകാഷ്ടകം ഒന്ന് വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നമ്മുടെ വീട്ടിൽ ചെല്ലിയാൽ മതി അല്ലേ? നമദ്ദേവവൃന്ദായ നമഃ ലസദ്വേദഗന്ധായ നമഃ. ഇതൊക്കെ നമുക്ക് മന്ത്രമായിട്ട് പറയാവുന്ന മന്ത്രസമന്വിതമായ പദങ്ങളെ കോർത്ത് വെച്ചുകൊണ്ട് നാരായണ ഗുരുദേവന്റെ കൃതികളെ പഠിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സിദ്ധ ഔഷധമാണ് ഗുരുവിൻ്റെ കൃതികളെന്ന് പറയുന്നത്. കാരണം ഗുരു നമുക്ക് ആരാണെന്ന് വ്യക്തമായിട്ട് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ പറയും, മാതാവെ പോൽ മനസ്സിൽ കരുണ ജനകനെ പോലവേ. നിങ്ങൾ ഈ ഗുരുപാദ ദശകമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഗുരുപാദ ദശകം കേട്ടിട്ടില്ലെങ്കിൽ പഠിക്കണം. കാരണം കുമാരനാശാൻ പറഞ്ഞു തന്നു, ഗുരു എനിക്ക് ആരാണ്? ഗുരു എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണ്. പാരിൽ ദുഷ്പുത്രരുണ്ടാം പറക തനയരിൽ ദുഷ്ടയാം അമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഒരുപാട് ദുഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാര് ഈ ഭൂമിയിലുണ്ടാവാം, പക്ഷെ ദുഷ്ടയായിട്ടുള്ളൊരു അമ്മ ഉണ്ടാകുമോ? അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കുട്ടി അമ്മയുടെ തലക്കടിച്ച് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ആശുപത്രിയിലും പോലീസുകാരും ഒക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ എന്താ? ഞാനവിടെ വീണതാണെന്ന് പറഞ്ഞില്ല. അതാണ് പാരിൽ ദുഷ്പുത്രരുണ്ടാം പറക തനയരിൽ ദുഷ്ടയാം അമ്മയുണ്ടോ എന്ന് ദേവ്യാപരാധ ക്ഷമാപണ സ്തോത്രത്തിന്റെ മലയാളം തർജ്ജമയില് കുമാരനാശാൻ പറയുന്നുണ്ട്. ആ കുമാരനാശാൻ പറയാ, നാരായണ ഗുരു എനിക്ക് ആരാന്നറിയോ? മാതാവെ പോൽ മനസ്സിൽ കരുണ ജനകനെ പോലവേ ക്ഷേമചിന്ത ഭ്രാതാവെ പോലെ എന്തുന്നിധി ഹൃദി സഹജ സ്നേഹവും മോദമെന്നേ വേദത്തെ പോലെയോതൊന്നറിവ് നൃപതയെ പോലെ പാലിച്ചിടുന്നിതേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. ഒരമ്മ എങ്ങനെയാണോ കുട്ടികളെ സ്നേഹിക്കുന്നത് അതുപോലെയായിരുന്നു കേട്ടോ എനിക്കെൻ്റെ ഗുരു. പിന്നെ അച്ഛൻ എങ്ങനെയാണ് ക്ഷേമകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്, ഒരു സഹോദരൻ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ഇത് അവസാനത്തെ വരിയാണ് നമ്മൾ അറിയേണ്ടത്. വേദത്തെ പോലെ ഓതുന്ന അറിവ്, അറിവിൻ്റെ അവസാന പദമാണ് വേദാന്തം അല്ലെ വേദങ്ങൾ എന്ന് പറയില്ലേ. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ രഹസ്യങ്ങളെ
നാരായണ ഗുരു എന്ന് പറയുന്ന ഋഷി സത്തമൻ ക്യാപ്സൂള് പോലെ നമ്മുടെ മുന്നിലേക്ക് അനാവരണം ചെയ്തു തന്നു. അപ്പം വേദത്തെ പോലെ ഓതുന്ന ഗുരുവിനെ അറിയണമെങ്കിൽ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഉപദേശങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാകും ഗുരു അവിടെ കൈവെക്കാത്ത ഒരു മേഖല പോലും ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്.